ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 55 വർഷങ്ങൾ ഒരു മമ്മൂട്ടി യുഗം, അതെ, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മലയാള സിനിമയായത് മാത്രമല്ല, മലയാള സിനിമ ലോക സിനിമയുടെ നെറുകയിലെത്തിയിട്ടും 55 വർഷങ്ങളെന്ന് തന്നെ പറയാം. അതെ, ഈ ഒരു മമ്മൂട്ടി തന്നെയാണ് മലയാള സിനിമയ്ക്ക് പലപ്പോഴും ഒരു അഡ്രസ്സ് അന്യദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇൻ്റർനാഷണൽ ലെവലിലും എത്തിച്ചിരിക്കുന്ന പ്രധാന വ്യക്തി എന്ന് തന്നെ പറയാം. അതെ, മമ്മൂട്ടി ഒരു സാധാരണക്കാരന് എത്രത്തോളം വലുതാകാം ഒരു സിനിമയിൽ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം. ഇതിന് മുകളിലേക്ക് വളരാൻ വേറെ ഒന്നുമില്ല. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു കണ്ടുപിടുത്തവും വന്നിട്ടില്ല. അതെ, സാധാരണക്കാരൻ, തനി സാധാരണക്കാരൻ, അതായത് ഇൻബോൺ ടാലൻറ്റോ അഭിനയത്തിൽ ചാതുര്യമോ ഡാൻസോ പാട്ടോ അങ്ങനെ പ്രത്യേകിച്ച് അംഗങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ മുഹമ്മദ് കുട്ടിക്ക് മമ്മൂട്ടിയായി മാറിയപ്പോൾ അത് സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിറം തന്നെയാണ്. അതെ, ഞാനും നിങ്ങളും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരും ഒരു മമ്മൂട്ടി തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണക്കാരാണ്. പക്ഷേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓരോ കാര്യത്തിൻ്റെയും പിന്നാലെ നടന്ന് ആ ഒരു ലെവലിലേക്ക് എത്തുന്നു. അതായത് ഒരു മലയാള സിനിമ എന്ന് മാത്രമല്ല, ഏതൊരു സിനിമ നടനും എത്താവുന്നതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ഒരു നേട്ടമില്ല എന്നുള്ളതാണ്. 1971 ഓഗസ്റ്റ് 6 സത്യൻ മാഷിൻ്റെ കൂടെയുള്ള അരങ്ങേറ്റം, പിന്നീട് നസീർ സാറിൻ്റെ ഡ്യൂപ്പായി അഭിനയിക്കലും, അങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന മമ്മൂട്ടി സുകുമാരനോടും സോമനോടും രതീഷിനോടുമൊക്കെ മത്സരിച്ച് മോഹൻലാലിനുമൊപ്പം സൂപ്പർ സ്റ്റാറായി മാറുന്ന കാഴ്ച, പിന്നീട് റഹ്മാനും ശങ്കറുമൊക്കെ വന്നു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് ദിലീപും ചാക്കോച്ചനും അങ്ങനെ തുടങ്ങുന്ന താരനിരകൾ. ഇന്ന് സ്വന്തം മകൻ ദുൽഖറും അതിനു മുകളിലേക്ക് വീണ്ടും ആ ഒരു പഴയ 19കാരൻ 74 എത്തി നിൽക്കുമ്പോൾ അയാളുടെ മുന്നിൽ വന്നവരും പോയവരുമൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്ത്യൻ സിനിമയിലും മലയാള സിനിമയിലും അയാൾ കരുതി വച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു സാധാരണക്കാരന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലെവലിൽ, ഏറ്റവും വലിയ നിലയിൽ നമുക്കറിയാം, അത് മമ്മൂട്ടി നേടുകയാണ് മലയാള സിനിമയിൽ. ഇന്ന് പലരും കളം വിടുകയും ഒപ്പം വന്ന പലരും കളം വിടുകയും ചിലർ കളി മറന്ന് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം പറയാം, ഇനി നാളെയും പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് മത്സരിക്കാൻ ഈ ഒരു 74കാരൻ തന്നെ വേണം. അയാളോടാണ് ഏതൊരു അഭിനയ സിംഹവും മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു 2026 2027 കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ തന്നെ വീണ്ടും മമ്മൂട്ടി ഒരു മുഴം നീട്ടി എറിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് വെറുതെയല്ല. ഒരിക്കലും ഒരു കംപ്ലീറ്റ് ആക്ടർ അല്ലാത്ത മമ്മൂട്ടി, തീർച്ചയാണ് നമുക്കറിയാം, അയാൾ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. കാരണം അയാളിൽ നിന്ന് ഇനിയും വരാനുണ്ട്. ഓരോ സിനിമകൾ കഴിയുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു പുതിയ രീതിയിലുള്ള മമ്മൂട്ടി പ്രകടനങ്ങൾ. അതെ, അഭിനയത്തെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന വേറെ ഒരു നടനെയും നമുക്ക് അറിയില്ല എന്ന് തന്നെ പറയാം. അയാളുടെ ജീവിതവും ശ്വാസവും എല്ലാം തന്നെ സിനിമയാണ് എന്നുള്ളത് പലകുറി നമ്മൾ പലരും പറഞ്ഞ് പഴകിയതാണ്. 1971 ആദ്യ ഒരു അപ്പിയറൻസ് ഉണ്ടാകുന്നു. അനുഭവങ്ങൾ പാളിച്ചകളിലൂടെ ആണെങ്കിൽ ആ പാളിച്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ സിനിമയെ മുന്നിലോട്ട് പോയി ഏറ്റവും വലിയ ഒരു രാജാവായി മാറുന്നു മലയാള സിനിമയുടെ എന്നറിയാം. പിന്നീട് കാലചക്രത്തിലേക്ക് വരുമ്പോഴും കാലചക്രം കറങ്ങുന്നതനുസരിച്ച് തന്നെ അയാളും ഒപ്പം കറങ്ങുന്നു. വന്നവരും പോയവരുമൊക്കെ മൺമറയുമ്പോഴും കാണാമറയത്താകുമ്പോഴും കൂടെ നിൽക്കുന്നവരുമൊക്കെ ഉണ്ടായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അയാൾ ആ കാലചക്രത്തിൽ കറങ്ങിത്തിരിഞ്ഞ് ഇന്ന് 55-ാം വർഷത്തിനും ഒരു സിംഹാസനത്തിൻ്റെ മുഖ്യ രാജാവായി തന്നെ തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് തന്നെ പറയാം. അതാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന് ആരും ശ്രദ്ധിക്കാത്ത, പലപ്പോഴും രൂപവും ശബ്ദവും ഒക്കെ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇവനൊക്കെ എത്ര നാളുണ്ടാകുമെന്ന് ആ ഡയറക്ടർ പറയുകയും ഒരു മതിൽ ചാടുമ്പോൾ ബെഡിട്ട് കൊടുക്കാതെ അയാളെ മാത്രം ബെഡ് മാറ്റി ചാടിച്ച് കാലിൽ ഒരു ചെറിയ മുടന്തുമൊക്കെ ആക്കി ഇന്ന് ഒരു സ്റ്റൈലിഷ് നടത്തം മലയാളികൾക്ക് ലഭിച്ചു. അങ്ങനെ പക്ഷേ നീണ്ട 10-40 വർഷം അയാൾ ആ വേദനയും പേറി തന്നെ മലയാള സിനിമയിൽ അങ്ങനെ നടന്നു. അതെ, മമ്മൂട്ടി അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് പേരെ ഇങ്ങനെ തഴഞ്ഞവരുണ്ട്. അങ്ങനെ തഴഞ്ഞവരിൽ പലരും ഇന്ന് വലിയ സംഭവമാണ്. നമുക്കറിയാം, അമിതാഭ് ബച്ചനെ പോലെയുള്ള, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് അദ്ദേഹം ഇന്ന് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ആളായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സൗണ്ടും കൊള്ളില്ല എന്നൊരു കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് മമ്മൂട്ടിയുടെ സൗണ്ട് ആണ് മലയാള സിനിമയുടെ ഏറ്റവും ഗാംഭീര്യമുള്ള ഒരു സൗണ്ട് എന്നുള്ളത് ഇന്നും എല്ലാവർക്കും അറിയാം. അങ്ങനെ തുടരുന്നു മമ്മൂട്ടിയുടെ ആ ഒരു ജൈത്ര യാത്ര എന്ന് പറയുന്നു. ഇന്ന് 55 വർഷങ്ങളെത്തുമ്പോൾ ഇനി നമ്മൾ ഒരു 65 വർഷം ആഘോഷിക്കുന്ന ഒരു അവസരം വരും. അന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിനിമം 6 നാഷണൽ അവാർഡ് നേടിയ ഒരു മമ്മൂട്ടിയെ, 600-ന് മുകളിലുള്ള
സിനിമകളിൽ അഭിനയിച്ച മമ്മൂട്ടി ആയിരിക്കുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉറപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഇന്ന് 400-ന് മുകളിലുള്ള സിനിമകളിൽ അഭിനയിച്ചിരിക്കുകയാണ് ഈ 55 വർഷങ്ങളിൽ മമ്മൂട്ടി എന്ന നടൻ. 4ഓളം ദേശീയ പുരസ്കാരങ്ങൾ, അതിനു മുകളിൽ ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ ഇന്ത്യൻ ആക്ടറായി മാറുന്നു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് നേടിയ വ്യക്തിയാകുന്നു, അല്ലെങ്കിൽ നടനായി മാറുന്നു മമ്മൂട്ടി. ഇതിനൊക്കെ ഉപരി ഇന്നും പുതിയ അല്ലെങ്കിൽ പുതുമ നൽകുന്ന ചിത്രങ്ങളിലേക്ക് ചേക്കേറുന്നു. അതെ, എല്ലാവരെയും ഞെട്ടിച്ചു വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും കുതിച്ചുയരുന്ന കാഴ്ച, അത് നമ്മൾ ഓരോരുത്തർക്കും സന്തോഷമാണ്. കാരണം നമ്മളെല്ലാവരിലും ഒരു മമ്മൂട്ടിയുണ്ട്. നമ്മളാരും ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റഡ് ആക്ടേഴ്സ് ഒന്നും, അത് വിരളമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും പറയാം, എനിക്കൊരു മമ്മൂട്ടിയാകണം. ആ അഭിനയത്തെ അല്ലെങ്കിൽ ഒരു സിനിമയെ പ്രേമിച്ച് ഇഷ്ടമായി നടക്കുന്നവർക്ക് എല്ലാവർക്കും അത് തന്നെയാണ് ലക്ഷ്യബോധം. കാരണം എന്താണ് ഒരു സാധാരണക്കാരന് നേടാൻ കഴിയുക എന്നുള്ളത്? ഒരു പാട്ട് പാടാൻ മര്യാദയ്ക്ക് അറിയാവുന്നതോ, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയാവുന്നതോ, പ്രണയരംഗങ്ങൾ അറിയാത്തതോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമഡി വഴങ്ങാത്തതുമൊക്കെ, ഓടാൻ ഭംഗിയില്ലാത്തതുമൊക്കെ ആയിട്ടുള്ള ആ ഒരു മമ്മൂട്ടി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മലയാള സിനിമയുടെ ഏറ്റവും വലിയ സൗന്ദര്യവും അതുതന്നെയാണ്. ഓരോ സാധാരണക്കാരനും അവൻ്റെ മനസ്സിൽ കുറിച്ചു വെക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. ഒപ്പം മമ്മൂട്ടി എന്ന നല്ല മനുഷ്യനും ഇടയ്ക്ക് എപ്പോഴും ഒരു ചെറിയ തളർച്ച, നമ്മളറിയാം. അദ്ദേഹത്തിന് സുഖമില്ലാതെ വരികയും കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ അവിടെ നിന്നൊക്കെ ദൈവം തമ്പുരാനും പ്രേക്ഷകരും ഒപ്പം കൂടെയുള്ളവരും എല്ലാവരുടെയും പ്രാർത്ഥനയോടെ അദ്ദേഹത്തെ മുമ്പോട്ടെത്തിക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം എത്തി നിൽക്കുന്നത് മലയാള സിനിമയുടെ ഏറ്റവും മുന്നിൽ തന്നെയാണ്. വേറെ ഒന്നുമല്ല, ലോക സിനിമയിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ഓസ്കാർ വേദിയിൽ പോലും മലയാള സിനിമയെ കൈപിടിച്ച് ആ റേഞ്ചിലേക്ക് ഉയർത്തിയത് മമ്മൂട്ടി എന്ന നടൻ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥകൾ കൂടി തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ പോവുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഒരു മുഖമുദ്ര നൽകിയ നടൻ എന്നുള്ളത് കൂടെയുള്ളവർ തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ തന്നെ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ഇത് ഏത് മലയാളിക്കും അറിയാം. അതെ, അതുവരെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ലോ ക്ലാസ് സിനിമ എന്നുള്ളത് മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് മമ്മൂട്ടി തന്നെ നയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് നമ്മൾ ഓസ്കാർ വേദിയിലും ഈ മമ്മൂട്ടി സിനിമകൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയുടെ ഭ്രമയുഗം പോലെയുള്ള ചിത്രം എത്തുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം, അദ്ദേഹം തന്നെയാണ് മലയാള സിനിമയെ മുന്നോട്ട് നയിച്ചത്. ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയ്ക്ക് ഒരു സ്ഥാനമുണ്ടാക്കി തന്ന നടന്മാരിൽ മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം ലോക സിനിമയിലും അമരക്കാരനായി മമ്മൂട്ടി തന്നെയാണ് നിൽക്കുന്നത്. എന്താണല്ലോ ഈ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കും. കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ ലഭിക്കുമെന്ന് ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു. ഇനി അവാർഡ് ജൂറി കഴിഞ്ഞ വർഷം തഴയാൻ കഴിയാത്ത ലെവലിൽ കൊടുത്തപ്പോൾ ഇക്കുറി വീണ്ടും കൊടുക്കേണ്ടി വരുമെന്നും അതിന് ശേഷം പദയാത്രയിലൂടെ അദ്ദേഹം ഹാട്രിക് അടിക്കുമെന്നുള്ളതും നമ്മൾ മലയാളികൾ അഹങ്കാരത്തോടെ ഇപ്പോൾ പറയുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു സൈഡിൽ യുവതാരങ്ങൾ, ഇന്ത്യക്കകത്തുള്ള ഏത് സംസ്ഥാനത്ത് നിന്നുള്ള നടന്മാരും മത്സരിക്കേണ്ടി വരുന്നത് മമ്മൂട്ടി എന്ന ആ ഒരു അതുല്യ പ്രതിഭയോടാണ് എന്നുള്ളതാണ്. ഇന്ന് മലയാളത്തിൽ വീണ്ടും ഒരു സംസ്ഥാന അവാർഡിൻ്റെ മാറ്റുലി കേൾക്കുമ്പോൾ ഒപ്പവും ഏറ്റവും മുന്നിൽ ഒരു സൈഡിൽ സ്ഥിരം സാന്നിധ്യമായി മമ്മൂട്ടി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ മത്സരിക്കേണ്ടത് മോഹൻലാലും ബേസിൽ ജോസഫും അതേപോലെ തന്നെ ദിലീഷ് പോത്തനുമൊക്കെയാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ അത് മമ്മൂട്ടി തന്നെയാണ്. കഴിഞ്ഞ വർഷം മറ്റുള്ള പൃഥ്വിരാജോ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനോ ഒക്കെ മത്സരിച്ചെങ്കിൽ അവിടെ മാത്രം മാറ്റവും സ്ഥിര സാന്നിധ്യമാകുന്ന മമ്മൂട്ടിയും നമുക്ക് കാണാം. മമ്മൂട്ടി കഥകൾ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ. എന്താണേലും ഏത് കഥാപാത്രവും മമ്മൂട്ടി ചെയ്യുമ്പോൾ, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ക്യാരക്ടർ എടുത്താൽ മമ്മൂട്ടി ചെയ്തിരിക്കുന്നതിൽ എത്രത്തോളം പോലീസ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഏതൊരു പോസ്റ്ററിൽ നമ്മൾ നോക്കിയാലും നമുക്ക് കൃത്യമായി അത് ഏത് ക്യാരക്ടറാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. അതായത് ഓരോ കഥാപാത്രത്തിനും കൃത്യമായ രൂപവ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന് പ്രത്യേകം തിരിച്ചറിയാം. പല നടന്മാരുടെയും ചില സിനിമകൾ കണ്ടാൽ അതാണോ ഇതാണോ എന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ മമ്മൂട്ടി സിനിമകളുടെ പ്രത്യേകതയും അത് തന്നെയാണ്. മമ്മൂട്ടിയുടെ സിനിമകളുടെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഏതൊരു പ്രേക്ഷകനും ഒറ്റ നോട്ടത്തിൽ കിട്ടുമെന്നുള്ളതാണ്. അത്രത്തോളം വ്യത്യസ്തത അദ്ദേഹം ആ ഓരോ ക്യാരക്ടറിനും, ചിലപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തൊരു ക്യാരക്ടറായിരിക്കാം, പക്ഷേ അദ്ദേഹം ചെയ്തു വരുമ്പോൾ അത് ആ റേഞ്ചിലേക്ക് പോകും. ഇന്നും നമ്മൾ ചർച്ചയാകുന്നത്, സമീപകാലത്ത് ചർച്ചയായ മറ്റൊരു കാര്യം, ഓഫ് ബീറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കളങ്കാവൽ പോലെയുള്ള സിനിമകൾ 85-90 കോടിയും നേടുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു 100 കോടി അടിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇതേപോലെയുള്ള സിനിമകൾ മറ്റുള്ള സംവിധായകർ നടന്മാരെ വെച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകുകയാണ് ഇതൊക്കെ ഒരാഴ്ച തിയേറ്ററിൽ ഓടാൻ പോലും കഴിയും.
കഴിയില്ല. കാരണം മമ്മൂട്ടി പ്രകടനം തന്നെയാണ് പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷേ സ്റ്റാർഡത്തേക്കാൾ കൂടുതൽ മമ്മൂട്ടി എന്ന നടനെ ഇന്ന് മലയാളികൾ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏതൊരു സിനിമയും മമ്മൂട്ടി ചെയ്യുമ്പോൾ മലയാളികളുടെ പ്രതീക്ഷയിൽ ഇതിൽ പുതുമയുണ്ടാകും, വ്യത്യസ്തത പുലർത്തും, മമ്മൂട്ടി അഭിനയിച്ച് ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരികയും നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷ ഇന്ന് നമ്മൾ എന്നും കാത്തു വെക്കുന്നത് മമ്മൂട്ടിയിൽ മാത്രമാണ്. ബാക്കി എല്ലാവരെയും നമ്മൾ ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ചില്ലുകൂട്ടിനകത്തിൽ കാണുമ്പോൾ ഇദ്ദേഹത്തെ മാത്രം അതിന് പുറത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ചയും അത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. എന്താണേലും ഇക്കുറി ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു 55-ാം വർഷത്തിൽ വീണ്ടും ഒരു സംസ്ഥാന അവാർഡ് മമ്മൂക്ക നേടുമെന്നുള്ളത്. എന്താണേലും മമ്മൂട്ടി സിനിമകൾ പലർക്കും പലതായിരിക്കാം ഇഷ്ടം, വ്യത്യസ്തമായ ക്യാരക്ടറിൽ. ഇത് തന്നെ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് ചില ഫോട്ടോകളിൽ കാണാം. അതിലൂടെ കാണുമ്പോൾ നമ്മളിൽ പലർക്ക് തന്നെ എത്ര മമ്മൂട്ടി വിരോധികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ടാകാം. ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരന് എന്താകാൻ കഴിയുമോ അതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലിലേക്ക് ഒരു സിനിമയിൽ എത്താൻ കഴിയുന്ന നമുക്ക് കാണാൻ അല്ലെങ്കിൽ എന്നും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ബാക്കി കാര്യങ്ങളുമെല്ലാം വേറെ ലെവലിൽ നല്ല കാര്യങ്ങളായി നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടനെ ഇഷ്ടപ്പെടുന്നു നമ്മൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാര്യവും അതുതന്നെയാണ്. കാരണം സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള ജൈത്രയാത്ര ഒന്നുമല്ല, ഒരിക്കലും കോമഡി വഴങ്ങില്ല എന്ന് പറഞ്ഞ ആൾ ഒറ്റയ്ക്ക് കോമഡിയിലൂടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടാക്കുകയും അതുമാത്രമല്ല കാലങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് അത് ചിരി പടർത്താൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി. സ്വയം അറിഞ്ഞ് തൻ്റെ കുറവുകൾ മനസ്സിലാക്കി അതിനകത്തിലൂടെ കടന്നു വന്ന് അതിൻ്റെ മുകളിലേക്ക് പോകാൻ കഴിയുന്നു എന്നൊരു കാര്യം, അത് തന്നെയാണ് ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മാതൃകയുമാക്കേണ്ടത്. അപ്പോൾ എന്താണേലും 55-ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന മമ്മൂക്കയ്ക്ക് ആശംസകൾ നേരുന്നു. തീർച്ചയായും വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻസിലൂടെ വരാം. ഇത് മുഴുവനായി കേട്ടവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻസിലൂടെയും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൂടെ പറയാനുള്ള കാര്യങ്ങൾ കമൻസിലൂടെയൊക്കെ ഒന്ന് പറയാം. ഗ്രേറ്റ്.